ഇത് ഇന്നത്തെ എൻ്റെ കഥയിലെ മെയിൻ ക്യാരക്ടർ ജോണിക്കുട്ടിയാണ്. ശരിക്കും പറഞ്ഞാൽ അവൾ എവിടെ നിന്ന് വന്ന് കയറി കൂടിയതാണ്. പതിയെ പതിയെ നമ്മുടെ സ്വന്തമായിട്ട് മാറി. അവൾക്ക് നേരെ നടക്കാൻ പറ്റില്ല. ഏതോ ഒരു തലതെറിച്ച മനുഷ്യൻ ആ പാവത്തിൻ്റെ കാലടിച്ചു പിടിച്ചു. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നോ എന്തോ. അതും ജീവനുള്ള ഒരു വസ്തുവാണെന്നൊരു ബോധം വേണം. കുറച്ചൊക്കെ മനസ്സാക്ഷി കാണിക്കാം. ഇവിടെ അടുത്തുള്ള വീട്ടിലാണ് പുള്ളിക്കാരിയുടെ ഷെൽട്ടർ. ഞങ്ങൾ എപ്പോഴും ഫുഡ് കൊടുക്കാറുണ്ട്. ഞാൻ എന്നും ക്ലാസ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് രാവിലെ ആ മുടന്തിയ കാലും വെച്ച് ഓടി വരുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ പാവം തോന്നും. ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് എല്ലാവർക്കും തോന്നും, ഇത്ര ഇവനെ പറ്റിയൊക്കെ പറയുന്നുണ്ടല്ലോ, അവൾക്ക് എന്താ സ്വന്തം വീട്ടിൽ കൊണ്ടുപോയിക്കൂടെ എന്ന ചോദ്യം സ്വാഭാവികം. പക്ഷെ അതിന് പറ്റാത്തതിന് ഒരു മെയിൻ കാരണം ദേ ഈ ഭീകരജീവിയാണ്. ഇവൻ ഈ പൂച്ചയെ അല്ലാണ്ട് വേറെ ഒന്നിനെ അടുപ്പിക്കത്തില്ല. അത് അങ്ങനെ ഒരു സാധനം. പാവത്തിന് എന്തായാലും ഉപദ്രവിക്കുക. ആ വയ്യാത്ത കാലം വെച്ച് അവൾ എന്തൊക്കെ സംഭവിച്ചാലും വാലാട്ടി വന്ന് എനിക്ക് ഡെയിലി ഒരു ഹായ് പറയാനുണ്ട്. ശരിക്കും ഇങ്ങനെയുള്ള ജീവികൾക്ക് ഉണ്ടാവില്ല അവരുടേതായ ഇമോഷൻസും ഫീലിങ്സും. അവർക്ക് ആഗ്രഹം ഉണ്ടാവില്ല ഇങ്ങനെ ഒരു സപ്പോർട്ട് വേണം, കൺസൾട്ടേഷൻ വേണം എന്നൊക്കെ. എന്നാൽ പലയിടത്തു നിന്ന് കിട്ടുന്ന എന്താണ്? അവഗണന, ഉപദ്രവം മാത്രം. ഉപകാരമില്ലെങ്കിൽ ഉപദ്രവിക്കാതിരുന്നൂടെ? ഞാനെന്നല്ല, എന്നെപ്പോലെ ഇങ്ങനെ ചിന്തിക്കുന്ന ആര് പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം ഇവിടെ നിന്ന് മാറ്റം കൊണ്ടുവരാൻ ഞങ്ങൾക്ക് സാധിക്കത്തില്ല. പിന്നെ അത് എൻ്റെ അമ്മ എന്നും പറ്റുന്ന ടൈമൊക്കെ 3 നേരം ഈ ഫുഡ് കറക്റ്റായിട്ട് കൊടുക്കാറുണ്ട്. അത് നിമിഷ നേരം കൊണ്ട് അവൾ കഴിച്ച് തീർക്കും. പിന്നെ കഴിഞ്ഞിട്ടില്ല, അത് കുടിക്കാൻ വെള്ളം കൂടെ കൊടുക്കാൻ ബാക്കിയുണ്ട്. പക്ഷെ ഇന്നത്തെ മൂഡ് ശരിയല്ലാന്ന് തോന്നുന്നു. പുള്ളിക്കാരി ഫുഡ് അടിച്ചിട്ട് വെള്ളം കുടിക്കാണ്ട് നേരെ സ്ഥലം വിട്ടു.